Hello everyone, welcome back to Nutshell Lines. Today I will be dealing with the poem The Fishmonger, which is written by S. Joseph. So once again, welcome to the video. Actually ഒരു poem എഴുതിയിരിക്കുന്നത് മലയാളത്തിലാണ് and later which is translated into English. So I'll be dealing with the English version, The Fishmonger. Okay, moving to the poem. The Fishmonger. The fishmonger was washing the vessel in the running water of the tiny stream. The screw pines did not see him. സോ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് ദ ഫിഷ് മോങ്കർ, അതായത് മീൻകാരൻ, ഹി വാസ് വാഷിംഗ് ദി വെസൽ ഇൻ ദ റണ്ണിങ് വാട്ടർ ഓഫ് ദി ടൈനി സ്ട്രീം. അതായത് വളരെ ചെറിയ ഒരു തോടെന്ന് പറയാം, അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു അരുവിയുടെ കരയിലിരുന്നു കൊണ്ട് അയാളുടെ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഇൻ ദി റണ്ണിങ് വാട്ടർ, അതായത് അത്യാവശ്യം നല്ല ഒഴുക്കുള്ള ഒരു തോടിന് വക്കിലിരുന്നു കൊണ്ടാണ് അയാളുടെ പാത്രങ്ങൾ കഴുകുന്നത്. ദി സ്ക്രൂ പൈൻസ് ഡിഡ് നോട്ട് സീ ഹിം. ഇവിടെ സ്ക്രൂ പൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കൈതച്ചെടി എന്നാണ് പറയുന്നത്. ഇറ്റ് ആക്ച്വലി ഹാവിങ് സെയിം ലുക്ക് ലൈക്ക് പൈനാപ്പിൾ. നമ്മുടെ പൈനാപ്പിളിൻ്റെ ആ ഒരു ലീഫ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു തണ്ടുണ്ടല്ലോ, അതുപോലെ ഏകദേശം പുഴയുടെ കരയിലൊക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ പുഴയുടെ സൈഡിലൊക്കെ നിൽക്കുന്ന ഒരുതരം ചെടിയുണ്ട്, കൈതച്ചെടി എന്നാണ് പറയുന്നത്. ഈ കൈതച്ചെടി അയാളെ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. മൂവിങ് ടു ദ സെക്കൻഡ് സ്റ്റാൻസ. There is a motor workshop where the stream heading down straight takes a sharp turn. He didn't see its laterite wall either. പിന്നീട് പറയുന്നുണ്ട്, ഈ ഒരു തോട് നേരെ ചെന്ന് തിരിയുന്നിടത്ത് ഒരു മോട്ടർ വർക്ക്ഷോപ്പാണുള്ളത്. ആൻഡ് ഹി ഡിഡൻറ്റ് സീ ഇറ്റ്സ് ലാറ്ററൈറ്റ് വാൾ ഐദർ. അപ്പോൾ ഈ ഒരു മോട്ടർ വർക്ക്ഷോപ്പിൻ്റെ ആ ഭാഗം എന്ന് പറയുന്നത് ഒരു കൽഭിത്തിയാണ്, അതായത് അത് സിമെൻറ്റ് വെച്ച് തേച്ചിട്ടൊന്നുമില്ല, ഒരു കൽഭിത്തിയാണ്, അതും കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. ദെൻ മൂവിങ് ടു ദി തേർഡ് സ്റ്റാൻസ. പാരലൽ ടു ദ സ്ട്രീം ടു ദ സൗത്ത് ആൻഡ് നോർത്ത് ദ MC റോഡ് റേസ്ഡ് എവേ. ഈ ഒരു അരുവി അല്ലെങ്കിൽ ഈ ഒരു തോടിൻ്റെ പാരലായിട്ട് ഒരു റോഡ് പോകുന്നുണ്ട്, MC റോഡ്. അത് വളരെയധികം സ്പീഡ് ആയിട്ട് വണ്ടികൾ പോകുന്ന, വാഹനങ്ങൾ പോകുന്ന ഒരു ഏരിയയാണ്. It's we the children who saw in the water, not even half a foot high, the body of the fishmonger lying face down. പിന്നീട് പറയാണ്, ഞങ്ങൾ കുട്ടികളാണ് ആദ്യമായിട്ട് ഇയാളുടെ ആ ഒരു ബോഡി കാണുന്നത്. അതായത് നേരത്തെ പാത്രം കഴുകിക്കൊണ്ടിരുന്ന മീൻകാരൻ വെള്ളത്തിൽ വീണ് കിടക്കുന്നു. വെള്ളത്തിൽ വീണ് അയാളുടെ ഡെഡ് ബോഡി പൊങ്ങിക്കിടക്കുകയാണ്, അയാൾ മരിച്ചുപോയി. കുട്ടികൾ ഞങ്ങളാണ് ഇത് കാണുന്നത്. എങ്ങനെയാണ് കാണുന്നത്? ഇൻ ദ വാട്ടർ, നോട്ട് ഈവൻ ഹാഫ് ഓഫ് എ ഫൂട്ട് ഹൈ, ദ ബോഡി ഓഫ് ദ ഫിഷ്മംഗർ ലൈങ് ഫേസ് ഡൗൺ. അതായത് അരയടി പൊക്കം പോലും ഇല്ലാത്ത ഈ ചെറിയ തോട്ടിൽ, അല്ലെങ്കിൽ ഈ ഒരു ചെറിയ അരുവിയിൽ അയാളുടെ ബോഡി കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലാണ് കുട്ടികൾ കാണുന്നത്. ദി വെസൽ, ദ സ്കെയിൽ ആൻഡ് ദ വെയ്റ്റ്സ്. കൂടെ അയാളുടെ പാത്രവും കട്ടിയും ത്രാസും. ഒരു മീൻകാരൻ്റെ കയ്യിൽ എന്താ ഉണ്ടാവുക, അതെല്ലാം അയാളുടെ അടുത്ത് തന്നെ ഉണ്ട്. എപ്പിലെപ്സി ഹാവിങ് ടോൾഡ് ഹിം ഡൗൺ, വാട്ടർ പ്ലേയിങ് അബൌട്ട് ഹിസ് ഹെയർ. ഇനി കാരണമാണ് പറയുന്നത്. പെട്ടെന്ന് പാത്രം കഴിക്കൊണ്ടിരുന്ന മീൻകാരൻ എന്താ പറ്റിയത്? ബിക്കോസ് ഓഫ് എപ്പിലെപ്സി, അതായത് ചുഴലി അല്ലെങ്കിൽ അപസ്മാരം. അത് കാരണമാണ് അയാൾ ഈ അരയടി പൊക്കം പോലും ഇല്ലാത്ത, ഈ ആഴമില്ലാത്ത ഈ ഒരു ചെറിയൊരു തോട്ടിൽ മുങ്ങി മരിക്കാൻ കാരണം. അയാൾക്ക് ചുഴലി ഉണ്ടായിരുന്നു. ആൻഡ് വാട്ടർ പ്ലേയിങ് അബൌട്ട് ഹിസ് ഹെയർ. വെള്ളം ഇങ്ങനെ പതഞ്ഞിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അയാളുടെ ഡെഡ് ബോഡി അവിടെ കിടക്കുന്നുണ്ടെങ്കിലും വെള്ളം ഇങ്ങനെ അതിൻ്റെ ആ ഒരു താളത്തിൽ ഇങ്ങനെ ആ അരുവിയിലൂടെ കടന്നു പോകുന്നു. അയാളുടെ മുടി ഇഴകളിലെല്ലാം ഈ വെള്ളം ഇങ്ങനെ കുത്തിക്കളിച്ച് ഇങ്ങനെ ഒഴുക്കിനൊത്ത് ഇങ്ങനെ പാറിപ്പോവാണ്. ഇൻ ദ വാട്ടർ ദ സ്ക്രൂ പൈൻ ലീഫ് പ്ലേയിങ് അബൌട്ട്, സ്റ്റാബിങ് ഡൗൺ ആൻഡ് റേസിങ് ഇറ്റ് സെൽഫ്. ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കൈതച്ചെടി ഉണ്ടല്ലോ, ഈ കൈതച്ചെടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അതായത് നദിയുടെ കരയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു അരുവിയുടെ സൈഡിൽ നിൽക്കുന്ന ഒരു ചെടി അത്യാവശ്യം ഒഴുക്കുള്ള ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും നിൽക്കുന്നത്? അതായത് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും, കളിച്ചുകൊണ്ടിരിക്കും ആ വെള്ളത്തിൽ. അതുപോലെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ, ഒന്നും അറിയാത്ത പോലെ ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൈതച്ചെടിയുടെ ഇലകൾ. ഇൻ ദ സ്റ്റിൽ കോർണർ ഓഫ് ദി സ്ട്രീം വാട്ടർ ബഗ്സ് റോമിങ്. മറ്റൊരു സൈഡിലാണെങ്കിലോ
നമ്മളുടെ വെള്ളത്തിൻ്റെ തോടിൻ്റെ അനക്കമില്ലാത്ത ചെറിയൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് വാട്ടർ ബഗ്സ്, അതായത് വെള്ളത്തിലുള്ള ചെറിയ ചെറിയ പാറ്റകളുണ്ടല്ലോ, അല്ലെങ്കിൽ ചെറിയ പ്രാണികളുണ്ടാവും വെള്ളത്തിന് പൊക്കത്തിങ്ങനെ കളിക്കുന്ന, അവരും ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവിടെ ഇവിടെയിട്ട് ചുറ്റിത്തിരിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. The last stanza. What one sees reaching that same spot now, a chicken shop, the workshop with plastered walls, the paddy field in the earth, there is no sign of the fishmonger. ഇനി വർഷങ്ങൾ കഴിഞ്ഞു ഈ സ്ഥലത്ത് ഇന്ന് നമ്മൾ ചെന്ന് നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഒരു ചിക്കൻ ഷോപ്പുണ്ട്, അവിടെ ഒരു വർക്ക്ഷോപ്പുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ സ്റ്റാൻസയിൽ പറഞ്ഞ വർക്ക്ഷോപ്പ് അവിടെയുണ്ട്. പക്ഷേ നേരത്തെ പോലെയല്ല, കൽഭിത്തിയല്ല, ഇപ്പോൾ അത് പ്ലാസ്റ്റേർഡ് ആണ്. അതായത് തേച്ചും എനിക്ക് സിമെൻറ്റും ഉണ്ട്, എന്താ പറയുക, ഡെവലപ്മെൻറ്റ്സ് വന്നു എന്നുള്ളൊരർത്ഥത്തിലാണ് കാണിക്കുന്നത്. വർക്ക്ഷോപ്പിന് പ്ലാസ്റ്റേർഡ് വാൾസായി. ദ പാഡി ഫീൽഡ് ഇൻ ദി എർത്ത്, അതായത് മണ്ണിട്ട് മൂടിയ പാടശേഖരങ്ങൾ, അതായത് പാടം ഒന്നും അവിടെ കാണാനില്ല. ഇതെല്ലാം ഡെവലപ്മെൻറ്റിൻ്റെ ആ ഒരു വികസനത്തിൻ്റെ പേരിൽ പല ചേഞ്ചസും അവിടെ വന്നു എന്നുള്ളതാണ്. മണ്ണിട്ട് പൊക്കിയ പാടം. there is no sign of the fishmonger. ഫിഷ്മങ്കറിനെയോ അല്ലെങ്കിൽ നമ്മൾ അന്ന് കണ്ട ആ ഫിഷ്മങ്കറിനെ പറ്റിയോ ആരും ഒന്നും ഇവിടെ പറയുന്നില്ല. ഫിഷ്മങ്കറിനെ കാണാനേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോം അവസാനിക്കുന്നത്. സോ ഐ തിങ്ക് ഈ ഒരു പോയത്തിൻ്റെ മലയാളം വേർഷൻ കൂടി പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് മോർ ക്ലിയർ ടു യു. സോ ഐ ആം മൂവിങ് ടു ദി മലയാളം. മീൻകാരൻ. ഒഴുക്ക് വെള്ളമുള്ള കൈത്തോട്ടിൽ മീൻകാരൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു. കൈതകൾ കണ്ടില്ല. തോട് നേരെ ചെന്ന് കുത്തിത്തിരിയുന്നിടം ഒരു വർക്ക്ഷോപ്പാണ്. അതിൻ്റെ വെട്ടുകല്ല് ഭിത്തിയും കണ്ടില്ല. തോടിന് സമാന്തരമായി തെക്കോട്ടും വടക്കോട്ടും MC റോഡ് പാഞ്ഞുപോയി. ഞങ്ങൾ കുട്ടികളാണ് കണ്ടത്. അരയടി പോലും പൊക്കമില്ലാത്ത വെള്ളത്തിൽ കമിഴ്ന്നടിച്ചു കിടക്കുന്ന മീൻകാരൻ്റെ മെയ്യ്, പാത്രം, ത്രാസും കട്ടിയും. ഇയാളെ ചുഴറ്റിയിട്ട് തലമുടിയിൽ വെള്ളം കളിക്കുന്നു. വെള്ളത്തിൽ കൈതയില കുത്തിപ്പോറിക്കളിക്കുന്നു. തോടിൻ്റെ നിലച്ചുപോയ കോണിൽ വെള്ളത്തിപ്പാറ്റ കറങ്ങുന്നു. ഇപ്പോൾ അതേ ഇടത്തിലെത്തുമ്പോൾ കാണുന്നത് ഒരു കോഴിക്കട, സിമൻറ്റ് തേച്ച വർക്ക്ഷോപ്പ്, മണ്ണിട്ട് പൊക്കിയ പാടം. മീൻകാരനെ കാണാനേ വയ്യ. സോ ദിസ് ഇസ് ദി മലയാളം വേർഷൻ. സോ ഐ ആം മൂവിങ് ടു ദി അനാലിസിസ് പാർട്ട്. ദി പോയറ്റ് ഡെപ്പിക്ട്സ് ദ ലൈഫ് ഓഫ് മാർജിനലൈസ്ഡ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി. ഈ ഒരു പോയറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഫിഷ്മങ്കറിനെ പറ്റിയാണ്, അതായത് മീൻകാരനെ പറ്റിയാണ്. മീൻകാരൻ എന്ന് പറയുന്നത് ഹി ആക്ച്വലി ബിലോങ്സ് ടു ദി ലോവർ സ്ട്രാറ്റ ഓഫ് ദി സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ഏറ്റവും താഴ്ന്ന ഇതിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും മൈനർ ജോബ്സ് ചെയ്യുന്ന ആളുകളിൽ ഒരാളാണ് ഒരു മീൻകാരൻ എന്ന് പറയുന്നത്. സോ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫാണ് പോയറ്റ് ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. The tragic death of the fishmonger indicates how unimportant the life and death of Dalit is for the upper caste and privileged. അതായത് ഫിഷ്മങ്കറിൻ്റെ ഒരു ട്രാജിക് ഡെത്താണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അയാൾ മരിച്ചുപോയി, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡെത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി സംതിങ് ഇറലവൻറ്റ് ടു ദ പ്രിവിലേജ്ഡ് ഓർ ദ പീപ്പിൾ ഫ്രം ദി അപ്പർ ക്ലാസ്. അതായത് അപ്പർ ക്ലാസ്സിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ ധനികരായിട്ടുള്ള റിച്ച് പീപ്പിളിനും അയാളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അയാൾ മരിച്ചു പോയതോ അതൊരു റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അതൊരു അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഹി ബിലോങ്സ് ടു ദി ദളിത് ഫാമിലി, അല്ലേ? ഒരു ദളിതനായിട്ടാണ് എസ് ജോസഫ് അദ്ദേഹത്തെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ മരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് വലിയ പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല. സോ ഈച്ച് ആൻഡ് എവറി ഡെവലപ്മെൻറ്റ്സ് ഇൻ ദ സൊസൈറ്റി ഈസ് ഓൺലി ഫോർ ദ റിച്ച് പീപ്പിൾ. ഇവിടെ കാണിക്കുന്നുണ്ട്, അതായത് അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ വർക്ക്ഷോപ്പിന് മാറ്റം വന്നു, അവിടെ റോഡ് പാഞ്ഞു പോകുന്നു എന്ന് പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം അവിടെ ചിക്കൻ ഷോപ്പ് വന്നു, എന്താ പറയുക, മണ്ണിട്ട് പൊക്കിയ പാടശേഖരങ്ങൾ ആയി. ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഫിഷ്മങ്കറിനെ കാണാനില്ല. അന്ന് അങ്ങനെ ഒരാളവിടെ മരിച്ചു എന്നുള്ള കാര്യം പോലും ആരും ഇന്ന് ഓർക്കുന്നു പോലുമില്ല. വിച്ച് മീൻസ് അവരെന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, സൊസൈറ്റി ഓർത്തിരിക്കേണ്ട കാര്യമേ ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബിക്കോസ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത് അത്രയും സിമ്പിളായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും എന്താ പറയുക, ഇറലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ലൈഫിൽ ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ വികസനങ്ങളുടെ പേരിൽ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡെത്ത് എന്ന് പറയുന്നത് ഇവിടെ ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് പോയറ്റ് സിഗ്നിഫൈ ചെയ്യുന്നത്. പിന്നെ ഓരോ ഡെവലപ്മെൻറ്റ്സും, എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് സൊസൈറ്റിയിൽ വന്നാലും ഇറ്റ്സ് ആക്ച്വലി ഗുഡ് ഫോർ ദി പീപ്പിൾ ഹു ബിലോങ്സ് ടു ദി അപ്പർ ക്ലാസ്. അപ്പർ ക്ലാസ്സിലുള്ള ആൾക്കാർക്കും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും മാത്രമാണ് ഇവിടെ ഡെവലപ്മെൻറ്റ്സ് കൊണ്ട്
ഗുണമുള്ളൂ. സാധാരണക്കാരനും അല്ലെങ്കിൽ എന്താ പറയുക ഒട്ടും ഒരു ഫിനാൻഷ്യലി എന്താ പറയുക ഒരു ഇതിൽ നിൽക്കുന്ന ആളുകൾക്ക്, താഴ്ന്നു നിൽക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഇവിടുത്തെ ഒരു കാര്യവും എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് പോയിറ്റ് ഇവിടെ മറ്റൊരു രീതിയിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ദി മോഡേൺ ഡെവലപ്മെൻറ്റ്സ് ആർ ഓൾവേസ് എ ബാരിയർ ടു ദി അണ്ടർ പ്രിവിലേജ്ഡ്. കാരണം എന്തൊക്കെ ഇവിടെ വികസനങ്ങൾ വന്നാലും എന്തൊക്കെ കാര്യങ്ങൾ നടന്നാലും സൊസൈറ്റിയിൽ ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ആൾക്കാർ അവരവരുടെ ലൈഫ് കൊണ്ടുപോകണമെങ്കിൽ അവർ തന്നെ പോയി ഹാർഡ് വർക്ക് ചെയ്തേ മതിയാവുള്ളൂ. അത് എത്ര എന്താ പറയുക എത്ര മോശം ജോലിയാണെങ്കിലും അവരത് ചെയ്താൽ മാത്രമേ അവരുടെ ആ ഒരു എന്താ പറയുക ഏർണിങ്സിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ എന്താ പറയുക മറ്റുള്ളവർ എന്ത് ഡെവലപ്മെൻറ്റ്സ് കാണിച്ചാലും ഈവൻ ഗവൺമെൻറ്റോ എന്തൊക്കെ ചെയ്താലും ഇറ്റ്സ് ആക്ച്വലി അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നത് റിച്ച് പീപ്പിളിന് മാത്രമായിരിക്കും. ലോവർ സ്ട്രാറ്റയിലുള്ള അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും ദേ വോണ്ട് ഗെറ്റ് എനി ബെനിഫിറ്റ്സ് ആൻഡ് നോ വൺ കെയർസ് അബൌട്ട് ദെയർ ലൈഫ് ആൻഡ് ഡെത്ത്. ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. Then I'm moving to the major themes. First theme എന്ന് പറയുന്നത് ഐ ഓൾറെഡി മെൻഷൻ ദാറ്റ് തീം, ദാറ്റ് ഈസ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അതായത് ഈ ഒരു പോയിറ്റിലെ ഫിഷ്മങ്കർ എന്ന് പറയുന്നത് ഒരു ദളിത് ആണെന്നുള്ള രീതിയിലാണ് ഈ പോയിറ്റ് നമ്മൾ സിഗ്നിഫൈ ചെയ്യുന്നത്. സോ ദളിത് ഓർ ദ പേഴ്സൺ ഹു ബിലോങ്സ് ടു ദി ലോവർ ക്ലാസ് ഓഫ് ദി സൊസൈറ്റി. സോ ആ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇവിടെ കാണുന്നുണ്ട്. കാരണം അയാൾ മീൻകാരൻ്റെ ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ വി ക്യാൻ സീ ദ നെക്സ്റ്റ് തീം ദാറ്റ് ഈസ് മാർജിനലൈസേഷൻ. അതും ശരിയാണ്, മാർജിനലൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ദെൻ ദളിത് ലൈഫ് വിച്ച് മീൻസ് ദളിത് ലൈഫ് പറയുമ്പോൾ വി ക്യാൻ സേ പോവർട്ടി, ഹങ്കർ, ഇനിക്വാളിറ്റി. അതായത് അയാൾ ആ ഒരു ഫിഷ് മങ്കറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മീൻകാരൻ എന്നുള്ള ആ ഒരു ജോലി ഏറ്റെടുക്കുന്നത് മേ ബി ബിക്കോസ് ഓഫ് ഹിസ് പോവർട്ടി, അല്ലെങ്കിൽ അയാളുടെ ഒരിക്കലും അടക്കാനാവാത്ത അയാളുടെ ഹങ്കർ, വിശപ്പ്. അപ്പോൾ അയാളുടെ കുടുംബത്തിനും അല്ലെങ്കിൽ അയാളെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരുടെ ആ ഒരു ലൈഫ് കൊണ്ടുപോകുന്നത് തന്നെ അയാളുടെ ഈ ഒരു ജോലിയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ലൈഫിനെയാണ് പോർട്രേ ചെയ്യുന്നത്. ആ ഒരു ദളിത് ലൈഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡേ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡേ എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് അവരുടെ അയാളുടെ ആ ഒരു ലൈഫ്. കാരണം അയാളെന്ന് പറയുന്നത് അത്ര ഇറലവൻ്റ് ആണ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പോയിട്ട് കാണിക്കുന്നുണ്ട്. ഈവൻ നേച്ചർ പോലും അയാളുടെ ഡെത്ത് ആഘോഷിക്കുന്നുണ്ട്. അതായത് അയാൾ കമിഴ്ന്നടിച്ച് കിടക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് വാട്ടർ ബഗ്സ് കളിക്കുന്നുണ്ട്, സ്ക്രൂ പൈൻസ് അതുവഴി എന്താ പറയുക കൈതച്ചെടികൾ ഇങ്ങനെ അനങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഈവൻ നേച്ചർ പോലും അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള ഒരിത് തന്നെയാണ്. അപ്പം ഈവൻ നമ്മുടെ ആളുകളുടെ ലൈഫാണെങ്കിലും ഈവൻ നേച്ചറിൻ്റെ കാര്യമാണെങ്കിലും എവറിത്തിങ് ഈസ് ഈക്വൽ എന്നുള്ള രീതിയിലാണ് ഈ പോയത്തെ കൊണ്ടുപോകുന്നത്. ആൻഡ് ഐ മൂവിങ് ടു ദി മേജർ സിമ്പിൾസ്. ഇവിടെ മേജർ സിമ്പിൾസായിട്ട് നമുക്ക് പറയാവുന്നത് ദി വെസൽ, അയാളുടെ പാത്രം, അതുപോലെ ദ സ്കെയിൽ, വെയ്റ്റ്സ്, ആ കട്ടി, ത്രാസ്, അതൊക്കെ ഇറ്റ് സിംബലൈസസ് ഹിസ് മൈനർ ജോബ് ആൻഡ് ഹാർഡ് വർക്ക്. അയാളുടെ ഹാർഡ് വർക്കും അയാളുടെ ആ ഒരു തൊഴിൽ അതിനെയൊക്കെ സൂചിപ്പിക്കുന്നതിനെയാണ്, അയാളുടെ ഒരു ഹാർഡ് വർക്കിനെയും അതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിമ്പിൾസ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ പ്ലാസ്റ്റേഡ് വാൾ ഇൻഡിക്കേറ്റ്സ് മോഡേൺ പ്രോഗ്രസ്. നേരത്തെ പറഞ്ഞ സിമെൻ്റ് ഇട്ട് തേച്ച ആ ഒരു ഭിത്തി അത് കാണിക്കുന്നതും ആ ഒരു മോഡേൺ പ്രോഗ്രസ് ആണ്. അത് ആരും കണ്ടില്ല എന്ന് പറയുന്നുണ്ട്, അയാളുടെ ഡെഡ് ബോഡി അവിടെ കിടക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ആർക്കും ഒരു സമയമില്ല, അല്ലെങ്കിൽ എന്താ പറയുക മോഡേൺ ലൈഫിനാണ് ഇമ്പോർട്ടൻസ്. അവിടെ ഒരു മീൻകാരൻ മരിച്ചു കിടക്കുന്നതോ ഒന്നും ആർക്കും വലിയ കാര്യമല്ല. അപ്പം ഈ പ്ലാസ്റ്റേഡ് വാൾസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എന്താ പറയുക മോഡേൺ പ്രോഗ്രസ്. ദെൻ പാഡി ഫീൽഡ് ഇൻ ദി എർത്ത്, അതായത് പാടശേഖരങ്ങളൊക്കെ മണ്ണിട്ട് പൊക്കി എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ചിക്കൻ ഷോപ്പ്, ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ മേജർ ചേഞ്ചസ് ഓവർ ഇയേഴ്സ്. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ അവിടെ ചിക്കൻ ഷോപ്പായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കാണിക്കുന്നത് ഈ ഒരു എന്താണ് ആ ഒരു മോഡേൺ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു മോഡേൺ പ്രോഗ്രസ് ഇൻ ദ സൊസൈറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. So these are the major symbols. So I think this poem is very clear to you. So that is the end of the video. So for more literature content videos, just subscribe my YouTube channel Natural Lines. Let's learn something fruitful in a few words. Thank you so much.